Hello, welcome to my channel Speak English with Deepthi. Today's topic is auxiliaries do, does and did. Okay, നമുക്ക് വെർബിന് 3 ഫോംസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. V1, V2, V3. അതായത് പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മളോട് ചോദിക്കും ഡൂവിൻ്റെ പ്രസൻറ്റ് ഫോം എന്താ, പാസ്റ്റ് ഫോം എന്താ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഫാസ്റ്റായിട്ട് ഡു, ഡസ്, ഡിഡ് എന്നായിരിക്കും. ബട്ട് അത് മിസ്റ്റേക്കാണ്. ഡു ആൻഡ് ഡസ് പ്രസൻറ്റും ഡിഡ് പാസ്റ്റ് ആൻഡ് ഡൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നത്. ഓക്കെ, ഡു ഡസ് പ്രസൻറ്റ്, ഡിഡ് പാസ്റ്റ് ആൻഡ് ഡൺ ആണ് ഇതിൽ വരുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ ഡു എന്ന് പറഞ്ഞാലും ഡസ് എന്ന് പറഞ്ഞാലും ചെയ്യുക എന്നുള്ള മീനിങ്ങാണ്. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നുള്ള മീനിങ്. ഈ ഡൺ V3യുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള മീനിങ്ങിലാണ് ഡൺ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ V3 ഫോമൊക്കെ എപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യത്തുള്ളൂ. ഐ ഹാവ് ഡൺ, ഹി ഹാസ് ഡൺ, ഷീ ഹാസ് ഡൺ. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ V1 ഡു ഡസ് വരുന്നത്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ ഡിഡ് യൂസ് ചെയ്യും. വെർബിൻ്റെ V2 ഫോം യൂസ് ചെയ്യുക. അപ്പോൾ പ്രസൻറ്റിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഡു ആൻഡ് ഡസ് വരുന്നുണ്ട്. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു റൂളുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിനോടുകൂടി എസ് അല്ലെങ്കിൽ ES ചേർക്കണം. ഓക്കെ, ഐ ഗോ ടു സ്കൂൾ, ഹി ഗോസ് ടു സ്കൂൾ എന്നേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗോസ് എന്ന് യൂസ് ചെയ്താൽ അവിടെ ഡസ് പ്ലസ് ഗോയാണ് വരുന്നത്. ഗോ എന്ന് മാത്രമാണെങ്കിൽ അവിടെ ഡു പ്ലസ് ഗോ എന്ന് വരുന്നത്. അറ്റ് ദ സെയിം ടൈം പാസ്റ്റിലാണെങ്കിൽ ഐ വെൻറ്റ് ടു സ്കൂൾ, ഹി വെൻറ്റ് ടു സ്കൂൾ. അവിടെ അങ്ങനെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡിഡിൻ്റെ വേറെ ഫോം അങ്ങനെ ഒന്നുമില്ല. കാരണം ഡിഡ് എന്ന് പറയുന്നത് ആ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഫോം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, പാസ്റ്റിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഡു ഡസ് എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള മീനിങ്, ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നുള്ള മീനിങ്, ഹാവ് ഡൺ എന്നുള്ള എൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഐ ഡു മൈ ഹോംവർക്ക്, ഐ ഡു മൈ ഹോംവർക്ക്. ഓക്കെ, ഹി ഡസ് ഹിസ് ജോബ് വെൽ, ഹി ഡസ് ഹിസ് ജോബ് വെൽ. ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്ന് പറയുമ്പോൾ അവിടെ ഡിഡ് ഫോമാണ്, പാസ്റ്റ് ഫോമാണ് വരുന്നത്. ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഡു ഡസ് ആൻഡ് ഡിഡിൻ്റെ യൂസേജ്. അപ്പോൾ നമ്മൾ ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ അവിടെ റൈറ്റ്സ് എന്ന് പറയുന്ന വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡസ് പ്ലസ് റൈറ്റ്. ഓക്കെ, ഐ റൈറ്റ് എ ലെറ്റർ, റൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഡു പ്ലസ് റൈറ്റ്. ഓക്കെ, ഐ റോട്ട് എ ലെറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡിഡ് പ്ലസ് റൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ